നമ്മൾ ആദ്യമായിട്ട് ഒരു മീൻകറി വയ്ക്കുകയാണ്. ഒരു മുളകിട്ട കറി. ആദ്യം പാനിൽ വെച്ച് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. അടുത്ത് ജീരകമില്ല, നമ്മൾ ഉലുവ മൂക്കട്ടെ. അപ്പോൾ തീ ഇതിൽ സ്ലോ ആക്കി വയ്ക്കണം. കാരണം ഉലുവ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഈ തീയുടെ ആവശ്യം വരുന്നില്ല. തീ അല്പം ഗ്യാസിൻ്റെ പവർ ഒന്ന് കുറയ്ക്കണം. രണ്ടാമത് ഇടുന്നത് ഇച്ചിരി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചത്. അപ്പോൾ സൗണ്ട് വരും. അപ്പോൾ ചട്ടുകം വെച്ച് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി കൊടുക്കുക. അതിൻ്റെ പച്ചപ്പ് മാറുന്നത് വരെ. ഞാനൊരു കാട്ടാക്കട പോയിട്ട് വന്നപ്പോഴത്തേക്കും മീൻ മുള്ളും തലയും വാങ്ങി. അതാണെന്ന് വെക്കാൻ പോണത്. നോക്കാം, എല്ലാവരും ചെയ്യുന്നുണ്ട്, ഞാനും ഒന്ന് നോക്കട്ടെ. അങ്ങനെ പച്ചപ്പെല്ലാം മാറി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിനകത്ത് സവാള ഉള്ളി, കൊച്ചുള്ളി ഇല്ല, എന്നാലും സവാള ഉള്ളി പൊടി അരിഞ്ഞിട്ട് അത് ആഡ് ചെയ്യാൻ പോവുകയാണ്. സവാള ഉള്ളി ആഡ് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞ് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ശകലം മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇവിടെ മഞ്ഞൾപ്പൊടി എന്ന് പറയും, മഞ്ഞൾപ്പൊടി എന്നും പറയും കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ മഞ്ഞൾപ്പൊടി എന്നാണ് പറയുന്നത്. ഞാൻ ഈ ഡ്രൈവർ ആയതുകൊണ്ട് ഈ എല്ലായിടത്തും പോയ സ്ഥലം കൂടെ മഞ്ഞൾപ്പൊടി എന്നൊക്കെ പറയുന്നതാണ്. ഞങ്ങളുടെ നാട്ടിൽ, ഞാൻ തിരുവനന്തപുരംകാരനാണ്, അപ്പോൾ മഞ്ഞൾപ്പൊടി എന്ന് പറയും. ഇത്തിരി പോരാ മഞ്ഞൾപ്പൊടി ഇട്ടു. ഉപ്പ് ഇടുന്നില്ല ഇപ്പോൾ. ഇത് നല്ലവണ്ണം ഒന്ന് മൂക്കട്ടെ. മൂക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇവിടെ പറയും മൂക്കട്ടെ എന്ന് പറഞ്ഞാൽ വേവട്ടെ എന്ന് പറയും. നമ്മുടെ വരുന്നൊരു വേവട്ടെ, മൂക്കട്ടെ എന്നൊന്നും അങ്ങനെ പറയില്ല. നമ്മുടെ കാശ്മീർ ചില്ലി എടുക്കും. അതല്ല, വീഡിയോ എടുക്കുന്നത് നമുക്ക് എഡിറ്റിംഗ് എന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് നമ്മൾ ഇവിടെ സംസാരിക്കുന്നതാണ്. അത് നമ്മുടെ നല്ല മുളകല്ലേ, കാശ്മീരി ചില്ലി കൂടെ എടുത്തു ശരി. ഞാൻ കവറിൽ വാങ്ങിക്കൊണ്ടോ. അടിക്കൊക്കെ പിടിക്കുന്നുണ്ട്. അതെല്ലാം ആദ്യം കാശ്മീരി ചില്ലിയാണ് ഇടുന്നത്. തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇത്തിരി കളറിന് വേണ്ടിയാണ് കാശ്മീരി ചില്ലി. പൊട്ട് കുറച്ചിട്ട് ഇച്ചിരിടെ മതി. വേറെ മുളക് ചേർക്കുന്നില്ല. ഒരു ശകലം മല്ലിപ്പൊടി ചേർത്ത് ഇച്ചിരി പൊടിക്കൂടെ. മല്ലിപ്പൊടി കുറച്ച് മതി കേട്ടോ. ഇതൊന്ന് മൂത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുടംപുളിയാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. വേറെ ഒന്നും ചേർക്കുന്നില്ല, കുടംപുളിയാണ്. ഇതൊന്ന് ചാറടി. ഞങ്ങൾ ചൂട് വരാതിരിക്കാൻ വേണ്ടി ഒരു തുണി എടുക്കും. സ്വർണ്ണം പോലെ ഇരിക്കുന്ന തുണിയാണ്, നടത്തുണി എന്ന് പറയും.
ഇപ്പം ഞാനൊരു ചെറിയൊരു സാധനം വാങ്ങിയിട്ടുണ്ട് ഈ കൈ ചൂട് പിടിക്കാതിരിക്കാൻ. നമ്മൾ ചെറിയ വീടാണ്. ഇതിനകത്ത് മുരിങ്ങയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഇടാം. മുരിങ്ങയ്ക്കൊന്നും ഇല്ല. ഞാനൊരിടത്തും പോയില്ല, ഒരിടത്തും പോയതേ ഇല്ല. അതിനകത്ത് ഇനി വെള്ളം ഒഴിക്കാം. ആ പുളി വെള്ളം ഒന്ന് ഒഴിക്കാം. കുറച്ച് കുടംപുളിയാണ്. കുറച്ച് 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 അപ്പോൾ ഒന്ന് എന്നിട്ട് നല്ല റെഡ് കളറായിട്ടുണ്ട്. അതിന് ഒഴിക്കേണ്ടി വരും. ഉപ്പിട്ടിട്ടില്ല. ഒഴിച്ചോ ഒഴിച്ചോ വെള്ളം ഒഴിച്ചോ. ഒഴിക്കാം. മീൻ ഒത്തിരി ഉള്ളതുകൊണ്ട് ഈ ചട്ടി എടുത്ത് അല്ല വേറെ ചെറിയ ചട്ടി ഈ മൺചട്ടിയിൽ വെക്കണമെങ്കിൽ നല്ലതായിരിക്കും. ഒഴിച്ചോ ഒഴിച്ചോ. ഇപ്പോൾ ഞങ്ങൾ കാണുമ്പോൾ രസം പൊട്ടിക്കുന്നു പറയും. രസമല്ല, പിന്നെ അതിന് നിസ്സാര ഉപ്പ്. സാൾട്ട് നമക്ക് എന്നൊക്കെ പറയും. പിന്നെ ഉപ്പെന്നും പറയും. നമ്മൾ പൊടിയുപ്പാണ്, കല്ലുപ്പല്ല. എല്ലാവരും കല്ലുപ്പാണ് യൂസ് ചെയ്യണം. കല്ലുപ്പാണ് നല്ലത്. ഇതിനകത്ത് വേപ്പില ഇട്ടിട്ടില്ല, കറിവേപ്പില ലാസ്റ്റിലിടണം. അപ്പോഴത്തേക്ക് മണം കിട്ടുള്ളൂ. കറിവേപ്പില ഇപ്പം ഇട്ടാൽ അത് മൂത്ത് പോവും. ഇത് കുറച്ച് വെള്ളം കഴിയും. അങ്ങനെ ഒഴിച്ച് തന്നെ ഹൈ ഫ്ലോവിൽ വയ്ക്കുകയാണ്. അല്പം നേരം മൂടി വയ്ക്കാം. മൂടി വെച്ച് അതൊന്ന് റെഡി ആവട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ മുള്ളും തലയും ഇവിടെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐസ് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു. അപ്പോൾ അത് കട്ടയായി. അതിനകത്ത് ചൂടുവെള്ളം ഒഴിച്ചാൽ മാറും. ചിലർ വിനാഗിരി ഒഴിക്കുന്നുണ്ട്. ചില വിനാഗിരി ഒഴിക്കുമ്പോഴത്തേക്ക് അതൊക്കെ മാറുന്നുണ്ട്. വിനാഗിരി ചില ഉപ്പ് ഇട്ടാൽ പെട്ടെന്ന് മാറും, കട്ട മാറുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഇപ്പോൾ അടുപ്പത്ത് ചൂടാക്കിയത് പടയെന്നങ്ങ് മാറും. ഇതിങ്ങനെ തന്നെ ഇട്ടായിട്ടൊന്നും ചെയ്തൊന്നുമില്ല. ഒക്കെ പലരും പല രീതിയല്ലേ. ഇതാണ് എൻ്റെ അടുക്കള. പുതിയ അടുക്കളയാണത്. വീട് പൊളിക്കാൻ വേണ്ടി ഇരിക്കുന്നതുകൊണ്ടാണ് പുതിയ അടുക്കളയൊന്നും ചെയ്യാത്തത്. അല്ല അല്ല വേറെ അടുക്കളയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വീട് ഇപ്പോൾ എനിക്കൊരു വീട് ലോണുണ്ട്. ലോൺ ഇങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനേ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ലോണി നമ്മുടെ സർക്കാരിൽ വരുന്നത് ഇപ്പം തരാം നാളെ തരാമെന്നൊക്കെ. വീട് ഒഴുത്ത വീടാണ്. ഇങ്ങനെ വീടിൻ്റെ ഉൾഭാഗം ചെറിയ സന്തുഷ്ടമായ വീട്. ഞാനും എൻ്റെ കുടുംബവും മാത്രമേ ഉള്ളൂ. പിള്ളേരൊക്കെ അല്ല മേളിൽ തട്ടിട്ടേക്കണത് മറ്റേ ബോർഡ് അതൊക്കെയാണ്. ആട്ടം വെച്ച് ആടുന്ന ഫാനും. ഇതൊക്കെയാണ് എൻ്റെ വീട്. ഇവിടെയാണ് ഞാൻ ഇവിടെ വീട് ഞങ്ങളുടെ പുതിയ വീട് വയ്ക്കും. ലോൺ റെഡി ആകുമ്പോഴത്തേക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു 4 ലക്ഷം രൂപ കിട്ടും. 4 ലക്ഷം കൊണ്ട് പറ്റില്ല. ഇപ്പം ഗ്യാസൊക്കെ തീരുമെന്ന് പറഞ്ഞിട്ട് ഗ്യാസ് കിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വീട്ടിൽ എൻ്റെ കുടുംബം ഭയങ്കര ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. ഗ്യാസിൽ കത്തിക്കേണ്ട വിറകിൽ കത്തിക്കുന്നതാണ് നല്ലത്. ഗ്യാസ് തീരുന്നുള്ള പേടി. ഇത് കട്ട് ചെയ്താൽ നമുക്ക് എഡിറ്റ് ചെയ്ത് വീണ്ടും കയറ്റാൻ അറിയില്ല. അതുകൊണ്ട് കട്ട് ചെയ്യാത്തത്. തുറക്കുന്നത് അതിന് ചുവന്ന് പതയൊക്കെ വരുന്നുണ്ട്. തുറന്നു തിളക്കട്ടെ. തുറന്നു വെച്ചോ. തിളയ്ക്കാനുള്ള പരുവത്തിലാണ് മീൻ ചാറ്. ഇത് ഷാപ്പിലെ കറി എന്നൊക്കെ പറയും. ഞാൻ വടക്കോട്ടൊക്കെ ഉള്ളതുകൊണ്ട്
ഇതേപോലത്തെ ഷാപ്പിലൊക്കെ കഴിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. ഇത് കാശ്മീരി ചില്ലി കൊണ്ടാണ് ഈ റെഡ് കളർ. ഇച്ചിരി റെഡ് കളർ ഇല്ലെങ്കിൽ ഒരു രസമില്ല. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ളത് ഉലുവ, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, പിന്നെ ചേർത്തിട്ടുള്ളത് നമ്മുടെ ഈ കാശ്മീരി ചില്ലി. നല്ല തിള വരുന്നുണ്ട്, കളറൊക്കെ മാറി മാറി വരുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഒരു വേറെ സാധനങ്ങൾ ചേർക്കാനുണ്ട് തന്നെ. അതിന് തിളച്ചോട്ടെ, അടച്ചു വയ്ക്കാം. ഇതൊരു വലിയ വീഡിയോ ആയി പോവും. എല്ലാവരും കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കയറ്റാൻ അറിയാം. അതിന് പഠിക്കണം. ഇത്രയുള്ള പഠിത്തമൊന്നുമില്ല. ഇതെൻ്റെ ചെറിയ വീട്ടിലെ വലിയ വീഡിയോ. നിങ്ങൾ ലൈക്കും കമൻറ്റൊന്നും ചെയ്യണ്ട. കാണാൻ പറ്റുന്നവർ കാണുക, അത്രേ ഉള്ളൂ. ഇല്ലാത്തവരെ മേളിലേക്ക് തട്ടിവിടുക. മണം വരുന്നുണ്ട്. ഇനി കറിവേപ്പില ഇടണം. 2 മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ നല്ലതായിരിക്കും. 2 പൊടിക്ക് ഒരു മല്ലിച്ചപ്പ് ഇട്ടാൽ ചെറിയൊരു ടേസ്റ്റിന് വ്യത്യാസം വരും. ഇതിപ്പോൾ ഇരിക്കുന്നത് കൊണ്ട് മല്ലിച്ചപ്പിൻ്റെ ആവശ്യമില്ല. തിളച്ച് വരുന്നേ ഉള്ളൂ. തിളച്ചില്ല, നല്ല തിളയ്ക്കണം. വെട്ടി തിളയ്ക്കണം. കളക്കളാന്ന് തിളയ്ക്കണം. സൗണ്ട് ഉണ്ടാക്കണം. അത് ഒച്ച ഉണ്ടാക്കിയാലേ കൊള്ളാവും. അങ്ങനെ അടുപ്പിലിരുന്ന് ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന മീൻകറി, ആരോ പിടിച്ച മീൻകറി. ഇതിൻ്റെ നല്ല ഭാഗങ്ങളൊക്കെ ആണുങ്ങൾ കഴിച്ചിട്ട് നമുക്കതിൻ്റെ മുള്ളും തലയും. ഇത് ഭയങ്കര വിലയായിരുന്നു. 300 രൂപയായത് വാങ്ങിക്കൊണ്ട് വന്നത്. പിന്നെ അവരെന്നെ വെട്ടി തന്നു. ഇവിടെ വന്ന് ഒരു വട്ടോടെ വെട്ടി. അടപ്പ് മാറ്റി. തിളയ്ക്കുന്നുണ്ട്. കണ്ട, നല്ല സ്പീഡിന് തിളയ്ക്കുന്നുണ്ട്. ഇനി ആ മീൻ അങ്ങോട്ട് എടുത്തിടുന്ന രംഗമാണ്. ഇനി അങ്ങനെ വെച്ചോ, അങ്ങനെ അടി വെച്ചോ. വാരി ഇടുന്നുണ്ട്. അല്പം നിറയും. എൻ്റെ ഭാര്യ കഴിക്കില്ല, നോമ്പായതുകൊണ്ട് അവിടെ കഴിക്കില്ല. ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. ഞാൻ എൻ്റെ പൊടിമക്കളൊക്കെ കഴിക്കും. പിന്നെ ഇതെല്ലാം ഒന്ന് മുങ്ങി താരട്ട്. മുങ്ങിത്താണ് കഥകൾ. അപ്പോൾ കളറൊക്കെ കണ്ടപ്പോൾ നേരിക്കുന്നത് വേറെ കളറായിട്ടായിരുന്നു. കളറൊന്നുമല്ല, കാശ്മീരി ചില്ലിയാണ്. അതൊന്ന് വരുമ്പോഴത്തേക്ക് ഒരു ഇവിടെ പറയും ഒരു ക്ലാട്ട് നേരത്തെ ഒലയ്ക്കുക എന്ന് പറയും. നമ്മളിത് പറയും ഒരു ക്ലാട്ടെന്ന് പറയും. നമ്മുടെ തിരുവനന്തപുരം ഭാഷ പറയും എടുത്തൊരു ക്ലാട്ട് എന്ന് പറയും. നാട്ടല്ലെന്ന് ഒന്ന് അങ്ങോട്ട് ഒന്ന് ഒലയ്ക്കുക, ചുറ്റുക. പിള്ള എന്തിനാപ്പിന്നൊക്കെ പറയാനറിയാം. പിന്നെ വണ്ടി ഓടിച്ച് ഈ പോയപ്പോഴത്തേക്ക് ഭാഷ മാറിപ്പോയതാണ്. അല്ലാതെ വേറെ ഒന്നും വിചാരിക്കണ്ടേ. നമ്മൾ പക്കാ തിരുവനന്തപുരം. തന്നെ അപ്പി ആണ് നമ്മുടെ വീട്. എല്ലാവരും ഇങ്ങനെ വടക്കോട്ടൊക്കെ പോകുമ്പോൾ തന്നെ അപ്പി എന്തൊരു എന്നൊക്കെ ചോദിക്കുമ്പോൾ ആൾക്കാർ കളിയാക്കുന്നത് കൊണ്ട് ഒന്ന് മാറ്റി പിടിച്ചതാണ് നമ്മൾ. അതിനങ്ങനെ ആയിപ്പോയി. കുഴപ്പമില്ല, അത് നല്ലതാണെന്ന് എനിക്കും തോന്നുന്നുണ്ട്. അതുകൊണ്ട് പലരും ചോദിക്കാറുണ്ട് വീടെവിടെയാണ്. തിരുവനന്തപുരം ആരും വിശ്വസിക്കുന്നതില്ല. നമ്മുടെ
പക്ക തിരുവനന്തപുരം ആര്യനാടാണ് വീട്. ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന മീൻ. എന്നോട് ഗുസ്തി കൂടുന്ന എൻ്റെ വൈഫൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവളെ കാണിക്കുന്നില്ല. അടുത്തെന്തെങ്കിലും നല്ല വീഡിയോസ് വരുമ്പോഴത്തേക്ക് അത് എഡിറ്റിങ് പഠിക്കണം. പഠിച്ചിട്ട് കുറച്ച് വീഡിയോ ഇട്ട് എഡിറ്റ് ചെയ്ത് ഇടാൻ നോക്കാം. ഗ്യാസ് പറഞ്ഞ് വെട്ടുന്നുണ്ട്. പുതിയ ഗ്യാസ് കിട്ടാൻ നിവർത്തിയില്ല. അത് കിട്ടണം. ഇതൊക്കെയാണ് വീഡിയോ. കണ്ടു കാണുമല്ലോ.